അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരൊറ്റ ഹദീസാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യബ്തഗാ ബിഹി വജ്ഹല്ലാഹി തആല യുബ്തഗാ ബിഹി വജ്ഹല്ലാഹി തആല, ആരെങ്കിലും ആ അറിവ് ഇൽമ് പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കേണ്ട ഇൽമ് ആരെങ്കിലും പഠിക്കുന്നു, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയ, അവൻ ഇവിടെ പഠിക്കുന്നത് ആ ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ദുനിയാവിൽ ചിലത് നേടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ദുനിയാവിലെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, ലം യജിദ് അറഫൽ ജന്നതി യൗമൽ ഖിയാമ, പരലോകത്ത് സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. അബൂദാവൂദ് ഉദ്ധരിച്ച 3664 ഹദീസാണ്. ലം യജിദ് അറഫൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല ആർക്ക്? ലോകത്തെ എല്ലാ വസ്തുക്കളും ചരാചരങ്ങളും, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളും കടലിന്റെ ആഴങ്ങളിൽ നീന്തി കുളിക്കുന്ന മത്സ്യങ്ങളും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ, ആളുകൾക്ക് ദീനത്തിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ, ഈ വസ്തുക്കളൊക്കെ ഈ ജീവജാലങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ലം യജിദ്, അവർക്ക് ആസ്വദിക്കാൻ പോലും പറ്റൂല ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും പറ്റാത്ത ഹതഭാഗ്യവാന്മാരായി